ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കൂട്ടാനുകളൊക്കെ കൂടിയുള്ള ഒരു ലഞ്ചാണ്. എനിക്ക് ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവത്തിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം നല്ലൊരു മീൽസാണ്, നമ്മുടെ നാടൻ ഊണാണ്. അപ്പോൾ ഞാൻ നേരത്തെ മറിച്ചിട്ടുണ്ട്, എനിക്ക് ചോറ്, മീൻകറി, ഒരു മെഴുക്കുവരട്ടി, അങ്ങനെ പുളിശ്ശേരി, അങ്ങനെയുള്ള ഐറ്റംസാണ്, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മിക്കവാറും എൻ്റെ ലഞ്ച് കോംബോ വീഡിയോസിലെല്ലാം ആ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും ഇന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കൂട്ടാനുകളാണ്. എനിക്ക് മോദമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നല്ലൊരു മുളകിട്ട മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മുടെ മെഴുക്കുവരട്ടി, മെഴുക്കുവരട്ടി, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മുടെ അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്, പിന്നെ എനിക്ക് വെള്ളരിക്ക കിച്ചടി അല്ലെങ്കിൽ പച്ചടി, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ആ ഒരു വെള്ളരിക്ക പച്ചടി എന്ന് പറഞ്ഞ സംഭവം, തേങ്ങ അരച്ച് തൈരൊക്കെ ഒഴിച്ച് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോര് കാച്ചിയത് അതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സംഭവമാണ് ചോറിൻ്റെ കൂടെ. അപ്പം അത്, പിന്നെ മീൻ വറക്കണമെന്നുണ്ട് എനിക്കിങ്ങനെ മീൻ കറി, മീൻ വറുത്തത്, പിന്നെ മെഴുക്കുവരട്ടി, വെള്ളരിക്ക, എന്തെങ്കിലും ഇങ്ങനെ ഒരു പച്ചക്കറി, അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഉച്ചയ്ക്ക് ചോറിനെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെയാണ്. അപ്പം എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാനപ്പം ഊണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അതുണ്ടാക്കും. അപ്പം ലഞ്ച്, പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ അതാണ് എൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ കുറേ ഹാപ്പിയാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ അങ്ങനെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇന്ന് വീക്ക് ഡേ ആണ്. അപ്പോൾ പുറത്തൊന്നും നമ്മൾ പോകത്തില്ല. കാരണം ശ്രീഹരിക്ക് ഒട്ടും സമയമില്ലാത്ത ഒരു ഇതായതുകൊണ്ട് പുറത്തു പോകുന്നിടത്തിൽ വൈകുന്നേരം ചിലപ്പം പുറത്തേക്ക് നടക്കാൻ ഇറങ്ങാല്ലാതെ അങ്ങനെ പുറത്തു പോയി കഴിപ്പും കാര്യങ്ങളും ഒന്നും ഇന്നില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഞാനിന്ന് എൻ്റെ ഫേവറേറ്റ് പഴംപൂട്ടാണ്. ഞാൻ വലുതായിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ഞാൻ നേരത്തെ വിചാരിച്ചായിരുന്നു അപ്പവും മോട്ടർ റോസ്റ്റും ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് എണീറ്റപ്പോൾ ലേറ്റായിപ്പോയെന്ന് മാത്രമല്ല, തലേദിവസം അരിയിട്ട് അത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കുറച്ച് നേരത്തെ എല്ലാം അരച്ച് വെച്ചാലേ അതൊന്ന് പൊങ്ങി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതൊക്കെ അങ്ങ് വിട്ടുപോയി. രാവിലെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ഏത്തപ്പഴം പുട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുണ്ടാക്കി കഴിച്ചു. ശ്രീഹരിക്ക് ദോശ ചമ്മന്തിയായിരുന്നു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ലഞ്ച് കോംബോ ഇങ്ങനെ ചോറുണ്ടാവുന്ന, ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന. അപ്പം നമുക്കതൊക്കെ റെഡിയാക്കാം. അത് കഴിഞ്ഞ് എനിക്കൊരു കാര്യം ഉണ്ടാക്കണം എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കോ ഇല്ലയോ എന്ന് ഉച്ച കഴിഞ്ഞ് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഒരു കാര്യം, എനിക്ക് മഫിൻസ് ഉണ്ടാക്കണമെന്ന് ഒരു ആഗ്രഹം കയറിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് അല്ലേ. ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. ചിലപ്പം ശ്രീഹരി ഒരു കേക്ക് പേഴ്സൺ അല്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ തിന്നാന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ കേക്ക് നേരത്തെ ഉണ്ടാക്കുമായിരുന്നു, കേക്ക് കാര്യങ്ങളൊക്കെ. അത് ഞാൻ ആ വെയിറ്റ് ഉള്ള, അപ്പം എനിക്ക് കേക്കെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ മധുരം ആഡ് ചെയ്യണം. അപ്പം നമ്മൾ അന്ന് വെയിറ്റ് വെക്കാൻ വേണ്ടി ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയതൊക്കെ അങ്ങ് നിർത്തി. കേക്ക് ഉണ്ടാക്കുന്ന സംഭവമൊക്കെ അങ്ങ് നിർത്തി. ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ആക്കി. പക്ഷെ ഇന്ന് എനിക്ക് മഫിൻസ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഒരാഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അതാണൊരു പ്രശ്നം. ഉച്ച കഴിഞ്ഞ് എനിക്ക് മഫിൻസ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ചോറൊക്കെ ഉണ്ട്. നമ്മൾ വേറൊക്കെ ഫില്ലായി കഴിയുമ്പോഴത്തേനും ഉണ്ടാക്കോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. അപ്പം നമ്മുടെ മൂഡ് പോലെ ഇരിക്കത്തില്ലല്ലോ. അപ്പം നമുക്കിന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ ലഞ്ച് ഉണ്ടാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ അച്ചിങ്ങ പയറില്ലേ,
നമ്മുടെ വള്ളിപ്പയർ അത് എല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ്. അത് നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കണം. അത് അരിഞ്ഞു കഴിഞ്ഞ് കഴുകിയാൽ മതി. അപ്പോൾ അത് ഞാനെല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മീൻ റെഡിയാക്കണമല്ലോ. മുളകിട്ട മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് സംഗതികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പം ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം വെക്കുന്നത് ഇങ്ങനെ ഒരു കോട്ടയം സ്റ്റൈൽ വെക്കുന്നതാണ്. പക്ഷെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. എനിക്ക് മീനിൻ്റെ കൂടെ വെളുത്തുള്ളി, പ്രത്യേകിച്ച് മീൻ കറിക്കകത്ത് വെളുത്തുള്ളി ചേർക്കുന്നതിനോട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്ക് ഇഞ്ചി മാത്രം ചേർക്കുന്ന ഇഷ്ടം. അപ്പം ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഒന്നും ചേർക്കുന്നില്ല, കറിവേപ്പില, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ചട്ടി ചൂടാക്കിയിട്ട് എണ്ണയൊഴിച്ച് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം, ഉലുവ ചേർത്തിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പയർ അവിടെ ഒടിച്ചൊടിച്ച് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്തോ എക്സ്പോഷർ എന്തോ കൂടിക്കിടക്കുകയായിരുന്നു. അതാണ് വല്ലാത്തൊരു വൈറ്റ് കളർ തോന്നിക്കുന്നത്. അപ്പം എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ചേർത്തു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്രാവശ്യം പൊടിയൊന്നും കലക്കൊന്നും വെച്ചില്ല. ഡയറക്റ്റ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കത്തില്ല. നമ്മൾ ആ ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിക്കകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ടും ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താലും മതി. പിന്നെ ഒത്തിരി മീനൊക്കെ ഉള്ളപ്പം വെള്ളത്തിലിട്ട് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം വളരെ കുറച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അപ്പം ചേർത്ത് അപ്പം പെട്ടെന്ന് പുളി ഇറങ്ങിക്കുള്ളൂല്ലോ. അങ്ങനെ ഒത്തിരി കഷ്ണമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം പുളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് പയർ റെഡിയാക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം നമ്മുടെ മോതമീനാണ് ചേർക്കുന്നത്. അത് ഞാൻ 1/4 കിലോയെ എല്ലാം കൂടെ വാങ്ങിച്ചുള്ളൂ. അപ്പം വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതിൽ ശകലം എടുത്ത് ഞാൻ ഇങ്ങനെ കൂട്ടാൻ വെക്കുന്നു. അതിലൊരു 3-4 പീസ് എടുത്ത് ഞാൻ വറക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഈ സമയത്ത് ഞാൻ അരിയും കൂടി ഇട്ടു. നമ്മുടെ പയർ ഞാൻ കുറച്ചൊക്കെ തൊലിച്ച് വെച്ചു. ഇനി നമുക്കത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് സ്റ്റൗ മാറ്റി വെക്കാം. എന്നിട്ട് അത് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മുളകിട്ട മീൻ കറിക്ക്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വറ്റട്ടെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ പയർ വേവിച്ചെടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് വെക്കുന്ന നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പയർ, പാവയ്ക്ക ഇതെല്ലാം തേങ്ങാക്കൊത്ത് ചേർത്ത് മെഴുക്കുവരട്ടി വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ എപ്പോഴും ഒന്നും എനിക്കിങ്ങനെ തേങ്ങാക്കൊത്ത് എടുക്കാൻ പറ്റില്ല, നമ്മളങ്ങ് തിരുമ്മി പോകത്തില്ലേ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതിൻ്റെ ബാക്കിയാണ്. അത് ഞാൻ തിരുമാതെ വെച്ചതിൻ്റെ ബാക്കിയാണ് ആയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ മതി. വേറൊന്നും വേണ്ട. മുളക് പൊടി ആ വക ഐറ്റംസ് ഒന്നും ഞാൻ ഈ പയർ മെഴുക്കുവരട്ടിക്കകത്തൊന്നും അങ്ങനെ ചേർക്കാറില്ല. കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വെന്ത് കഴിയുമ്പം അടിയിലൊരു ശകലം വെള്ളം നിൽക്കെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം, നമ്മുടെ വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ നല്ല പയർ മെഴുക്കുവരട്ടിയായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും മുളക് പൊടിയും ഒന്നും ചേർക്കാത്തത്. പക്ഷേ ഞങ്ങൾക്കിവിടെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. അതാണ് എനിക്ക് മുളക് പൊടിയുടെ കുത്തൽ എനിക്ക് വലിയ ഇഷ്ടമില്ല ഈ മെഴുക്കുവരട്ടിക്കകത്തൊക്കെ. പിന്നെ ആ ഒരു സമയം കൂടെ ഞാൻ വേഗം നമ്മുടെ വെള്ളരിക്കയും അരിഞ്ഞ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയും നമ്മുടെ പയർ കണ്ടോ വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഒന്ന് തുറന്ന് വെക്കാം. എന്നിട്ടൊന്ന് വെള്ളം ഒന്ന്
ചെറുതായിട്ട് അതിൻ്റെ അടിയിലൊരു സ്വല്പം വെള്ളം വേണം താനും, ഒത്തിരി വറ്റിയും പോകല്ല. ആ ഒരു രീതിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തുറന്ന് വെച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ അരപ്പ്, പച്ചടിയുടെ അരപ്പ് നമ്മുടെ ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ കടുകും കൂടെ ചേർത്ത് ചതയ്ക്കാം. ഞാനിപ്പോൾ കടുക് വറുത്ത് ഇടുകയാണ് ചെയ്യുന്നത്, കടുക് ചതയ്ക്കുന്നില്ല. ആക്ച്വലി സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ് കടുക് ചതയ്ക്കാൻ വേണ്ടിയിട്ട്. കടുക് ചതച്ചിടുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഞാൻ അരച്ച് വെച്ചു. പിന്നെ കുറച്ച് തൈരും എടുത്ത് വെച്ചു. ഇനി നമുക്ക് മീൻ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് വണ്ണം ഇത് എന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞായിട്ട് അവർ കട്ട് ചെയ്ത് തന്നിരിക്കുന്നതാണ്. അതാണ് ഇത്രയും തോന്നിയിരിക്കുന്നത്. ഭയങ്കര തീരെ നൈസായിട്ടുള്ള പീസുകളാണ്. അപ്പോൾ അതിന് ഞാൻ അതുകൊണ്ട് കൂടുതൽ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് അത് നമുക്കങ്ങ് വറുത്തെടുക്കാം. ഇനിയിപ്പം വെക്കാനൊന്നും എനിക്കധികം സമയമൊന്നുമില്ല, കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാനതങ്ങ് വറുത്തെടുക്കുക. പിന്നെ ഞാൻ തൈര് ചേർത്തു. ഒന്ന് ആ തേങ്ങ ചേർത്തിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും പച്ചടിക്കകത്ത് തൈര് ചേർക്കുക, ഇളക്കുക. അതൊന്ന് ചൂടായി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കടുകും മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് ഇടുക. അത്രയേ ഉള്ളൂ പച്ചടിയുടെ കാര്യം. അപ്പോൾ ഇതിനി വറുത്തിടണം. പിന്നെ നമ്മുടെ പയർ മെഴുക്കുവരട്ടി കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മീൻ കറിയും ഇങ്ങനെ വറ്റിയൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ, ശകലേ ഉള്ളൂ. ഇത് ഒരു നേരത്തേക്കേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി മോരാച്ചി തിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഊണ്. നല്ല കോമ്പിനേഷനാണ്, എനിക്കിഷ്ടമാണ്. ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മഫിൻസ് ഉണ്ടാക്കുന്ന പ്ലാൻ മാറ്റി. കാരണം എനിക്കാണെങ്കിൽ ഈ കപ്പ് കേക്ക് മേടിച്ച് തന്നായിരുന്നു. നമ്മുടെ മഗ്നോളിയയിൽ നിന്ന് കപ്പ് കേക്ക് ഓർഡർ ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞാനിനി മഫിൻസ് ഉണ്ടാക്കിയില്ല. നല്ല കപ്പ് കേക്കായിരുന്നു. നല്ല കപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയായിരുന്നു. ഇത് ഒരെണ്ണം പക്ഷേ ഭയങ്കര ഹെവിയാണ്. ഒരെണ്ണം ഞങ്ങൾ രണ്ടുപേരും കൂടി തിന്നിട്ട് പിന്നെ ഞങ്ങളത് മറ്റേത് ഞാൻ മാറ്റി വെച്ചു. രണ്ടും കൂടെ തിന്നാനൊരു പേടി മീൻസ് നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് മീൻസ് വല്ല കുഴപ്പം ഒത്തിരി അങ്ങ് മധുരം ചെല്ലുമ്പോഴേ. ഹായ്, അപ്പം നമ്മൾ മഫിൻസ് ഉണ്ടാക്കിയില്ല, കപ്പ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് ആയിരുന്നു. ഒരെണ്ണം തന്നെ നല്ല ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഒരെണ്ണം ഞങ്ങൾ കഴിച്ചുള്ള ഒരെണ്ണം മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ മഫിൻസ് ഉണ്ടാക്കുന്നത്, ഓൾറെഡി കപ്പ് കേക്ക് കഴിച്ചല്ലോ. അതുകൊണ്ട് അതിൻ്റെ ആ പ്ലാൻ ഞാൻ മാറ്റി. അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് അതിനി വേറെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ലഞ്ചും മഫിൻസും കൂടെ ഉണ്ടാക്കി ബ്ലോഗങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ഞാൻ ഡിന്നർ ഉണ്ടാക്കാം. ഡിന്നർ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ്, ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു രീതിക്ക് യൂട്യൂബിൽ ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ട് ഒരു മാറ്റവും ഇല്ല. നമ്മളത് ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും, ഓരോന്ന് ചേർക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. റെസിപ്പിയിലെല്ലാം സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഉള്ളി അരിയുന്നതിലുള്ള വ്യത്യാസം അങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലൊരു ഹോട്ടൽ സ്റ്റൈൽ ഒരു നാടൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അതും ചപ്പാത്തി. അപ്പം അതെൻ്റെ ഒരു ഫേവറേറ്റ് ഡിന്നറാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അത് ഉണ്ടാക്കുന്നത്. മിക്കവാറും ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഒത്തിരി പല ടൈപ്പ് മുട്ടക്കറി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അതുണ്ടാക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളി ഇങ്ങനെ കുഞ്ഞായിട്ടിങ്ങനെ ഇതായിട്ട് ഞാനിങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കൂടുതലും വെളുത്തുള്ളി കുറവും ആ ഒരു കണക്കിന് വേണം എടുക്കാനായിട്ട്. മുട്ടക്കറിക്ക് അതല്ലെങ്കിലും വെളുത്തുള്ളിയുടെ ടേസ്റ്റിലും നല്ലത് ഇഞ്ചിയുടെ ടേസ്റ്റാണ്. അപ്പം ഇഞ്ചിയുടെ അളവ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. പിന്നെ ഒരു വെളുത്തുള്ളി 2 വെളുത്തുള്ളി മതി. ആ ഒരു രീതിയിലാക്കി എടുക്കുക, ആ ഒരു രീതിയിൽ എടുക്കുക. പിന്നെ തക്കാളിയും കൂടെ വേണം, അത് ഞാൻ പിന്നെ എടുക്കാം. അപ്പോൾ ഇഞ്ചി നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി കൂടുതൽ വേണം.
വെളുത്തുള്ളി കുറവ് വേണം. അല്ലെങ്കിൽ മുട്ടക്കറിക്ക് എപ്പോഴും ഇഞ്ചിയുടെ ടേസ്റ്റാണ് എനിക്ക് കൂടുതലും ചേരുന്നതായിട്ട് തോന്നിയിരിക്കുന്നത് വെളുത്തുള്ളിയെക്കാട്ടിലും. അപ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയൊക്കെ മതി. ഒത്തിരി ഓവറാക്കി വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് കറിക്ക് വരണ്ട. അതുകൊണ്ട് ഇഞ്ചി മുന്നിട്ട് നിന്ന് പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട്, അപ്പം ഇത് ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എണ്ണയുടെ ഒരു ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ സാധാരണ ഞാൻ എടുക്കുന്നതിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പം ഇതിൻ്റെ ആ ഒരു നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കറിക്ക് എപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി നല്ല ഒരു കൺസിസ്റ്റൻസി അല്ലേ. അതിന് ചിലർ കടലമാവ് കുറുക്കി ഇങ്ങനെ ചേർക്കും, വെള്ളത്തിലിട്ട് കുറുക്കി ചേർക്കും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അത് ചെയ്ത ഒരു ടേസ്റ്റും ഒരു ഇതും കിട്ടും, ഒരു കുറച്ചുകൂടെ ഒന്ന് കുറുകിയ ഒരു ഫീലും കിട്ടും. പക്ഷേ അതിലും എനിക്ക് കൂടുതൽ താല്പര്യം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ സബോള അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഒരു വലിയ സബോളയുണ്ട്, നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഇതങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുട്ടക്കറിക്കും മുട്ട റോസ്റ്റിനും ഒക്കെ നന്നായിട്ട് വഴണ്ടിയിരുന്ന ആ ഒരു നല്ല ടേസ്റ്റാണ്. കാരണം ഈ നമ്മുടെ സബോള ഇങ്ങനെ വഴലുമ്പോൾ അതൊന്ന് ഒരു കാരമലൈസ് ചെയ്ത പോലെ ആ ഒരു സബോളയുടെ ആ ഒരു ചെറു മധുരമൊക്കെ ഇങ്ങനെ ഇറങ്ങും. അതിങ്ങനെ ഇത് വരുമ്പോൾ അത് ഈ മുട്ടക്കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടു വരണം. അതുപോലെ നമ്മുടെ തക്കാളിയും കുനുകുനാന്നരിയണം. ചോപ്പറിൽ ചോപ്പ് ചെയ്ത് അങ്ങ് ഒത്തിരി വെള്ളമായി പോവും. ആ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സിക്കകത്തിട്ട് അടിച്ച് എടുക്കാം. പക്ഷെ എന്നാലും നന്നായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസിയും ആ ഒരു രീതിയിൽ വരും, നല്ല കുറുകി ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ. അപ്പം ഇതിപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ നന്നായിട്ട് നമുക്കറിയാൻ പറ്റുക ഒരു നമ്മളിപ്പോൾ ഇത്രയും ചേർത്തിട്ട് കണ്ടോ ഇച്ചിരിയേ ഉള്ളൂ നമ്മുടെ ഉള്ളി. ആ ഒരു രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് അതിനെ ആ ഒരു പച്ചമണം മാറ്റിച്ചിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം മാറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ തക്കാളി ചേർത്ത് എന്നിട്ട് തക്കാളി ചേർക്കാവുള്ളൂ. നമ്മൾ എനിക്ക് കൂടുതലും തക്കാളി ചേർത്തിട്ട് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ആ തക്കാളിയുടെ വെള്ളമയം എന്തായാലും അതിനകത്ത് കാണും. എത്ര തക്കാളി അല്ലെങ്കിൽ അതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നടുക്കും ഇങ്ങനെ കുഴി കുത്തിയിട്ട് അതിലിട്ട് ഇത് ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും ഞാൻ പൊടി നന്നായിട്ട് സബോള ചേർത്ത് നന്നായിട്ട് വഴറ്റി പൊടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ തക്കാളി ചേർക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് അത് ഇങ്ങനെ ഉടച്ചെടുക്കണം. ഒരു കുഴമ്പ് പരുവത്തിലെടുക്കണം. എല്ലാം കൂടെ യോജിച്ച് തന്നെ ഇരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അടച്ച് വെച്ചൊക്കെ വേവിക്കാം. അപ്പം നല്ല ഒരു രീതിയിലിരിക്കും. നല്ല ഡ്രൈ ആയിട്ട് മീൻസ് ഇങ്ങനെ കുഴഞ്ഞ് നല്ല രീതിയിലായി കഴിയുമ്പോഴത്തേക്കിനും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, അത് ഓർക്കണം. ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. മറന്നു പോയതല്ല, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കണ്ടു, ഉള്ളി വഴറ്റുന്നതിൽ ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കുന്നില്ല. അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താൽ പക്ഷേ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മുട്ടയും ചേർത്തു. ഞാൻ അതിൻ്റെ കൂടെ ഉപ്പും ചേർത്തു. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സൂപ്പർ ഒരു മുട്ടക്കറി ഇവിടെ റെഡിയാവും. ഇനി അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ, ഞാൻ മല്ലിയില ചേർക്കുന്നില്ല കാരണം ഇതൊരു നാടൻ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി. അപ്പോൾ അതിനകത്ത് കറിവേപ്പിലയാണ് കുറച്ചുകൂടി യോജിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. ഇതും ചപ്പാത്തി നല്ല സൂപ്പർ ടേസ്റ്റി ഒരു സൂപ്പർ കോംബോ ആണ്. പക്ഷേ ഇച്ചിരി ക്ഷമ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ മുട്ടക്കറിയിൽ നല്ല ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.